അപ്പൊ മിക്കവാറും എല്ലാരും പറഞ്ഞു എന്നോട് ഇങ്ങനെ അയ്യ നന്നാവൂല എന്ന് എന്നോട് പാട്ടിന്റെ ബാക്കി പഠിക്കും. അത് പാട്ടിന്റെ ബാക്കി പഠിക്കും. കണ്ട് വളർന്നത് കുപ്പി കണ്ട് നടന്നതണ്ടപ്പൻ. നീ ഒറ്റ വരുന്ന പറ്റുണ്ടല്ലോ, നീ ഒറ്റ വരുന്ന നാട്ടുകാർ മുമ്പ് ഈ തലപ്പൊക്കി നടക്കാൻ വയ്യാത്ത അവസ്ഥ. തല പൊക്കിയാ നീ കാണിക്കുന്ന എല്ലാ വൃത്തികേടും എന്റെ പേരിലാണ് വെച്ചിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. നമ്മൾ കാരണന്മാർ ചെയ്യുന്നത് നമ്മൾ അന്തരമ്മമാരെ ഏറ്റെടുക്കണം എന്ന് പറയുന്നത്. നിന്റെ സ്ഥലം എവിടെ? നിന്റെ സ്ഥലം എവിടെ? ഞാൻ അരിപ്പാടാ. പിന്നെ എങ്ങനെ ഈ മോന്ത രൂപ വന്ന്? അതിപ്പോ നമുക്ക് എന്താ പറയാ, എന്റെ അച്ഛൻ ഏതായാലും ഈ ബൈക്കൊന്നും വരാൻ സാധ്യത ഇല്ല. എന്റെ അച്ഛൻ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഇവിടെ എന്താ ഇപ്പൊ? ഇവിടെ ഇപ്പൊ നമ്മള് ഷൂട്ടിങ്ങിന് വേണ്ടി ഞാനങ്ങ് മറന്നുപോയി. നിന്റെ മോന്ത കണ്ട എനിക്ക് ദേഷ്യം, അതായത് പറഞ്ഞിട്ട് വരുന്നത്. അത് നിങ്ങൾക്കൊന്നും മാത്രല്ല, മൊത്തം എല്ലാവർക്കും ദേഷ്യം. അല്ല, ഞാനല്ലേ അനുഭവിക്കുന്നത്. നീ കാണിക്കുന്ന എല്ലാ പോക്കൃത്തരത്തിന്റെ നാട്ടുകാരെടുത്തിട്ട് ചവിട്ടുന്ന തന്നെയല്ലേ. പിന്നെന്തോ അതുകൊണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങനത്തെ. എന്നാ പറ, നമ്മുടെ സിനിമയെ കുറിച്ച് പറയാം. ബാക്കിയുള്ള സിനിമ എന്ന് പറഞ്ഞാൽ യമയില് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ക്യാരക്ടർ ചെയ്തു. അപ്പോൾ ഏട്ടൻ തന്നെയാണെന്നുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അത് ഏതായാലും തീർച്ചയായിട്ടും ഞാൻ 4 വരി പാട്ട് പാടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എൻ്റെ ഒരു പാട്ടും ഈ സിനിമയിലുണ്ട്. അത് സർപ്രൈസാണ്. ബാക്കിയുള്ള ഇവിടെ പറയാം. അതായത് പാലാ ക്രിയേഷൻസിന്റെ ബാനറിൽ സുരേഷ് സുബ്രഹ്മണ്യൻ നിർമ്മിച്ച് മധുജി കമലം രചനയും സംവിധാനവും നിർവഹിക്കുന്ന ടോമി കലവറ സഹസംവിധാനം നിർവഹിക്കുന്ന ഒരു ചിത്രമാണ് യമഹ. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ, പുതുമുഖങ്ങൾ, ഒരുപാട് പേര് ഇതിനകത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു ഹാസ്യ ചിത്രമാണ്. ഒപ്പം ചിന്തിക്കാനും ഉള്ള ഒരു ചിത്രമാണ് യമഹ. ആ പാട്ട് പാടിക്കാം. അല്ല, ആ പാട്ട് അവിടെ കിടക്കട്ടെ. പിന്നെ ഏത് പാട്ടാ? അതിലത്തെ പാട്ട് അവിടെ കിടക്കട്ടെ. പഠിച്ചത് തറ എങ്ങനെ നന്നവനാ പറ, എങ്ങനെ നന്നവനാ കണ്ടു വളർന്നത് കുപ്പി അത് കൊണ്ട് നടന്നതെന്റെ അപ്പൻ എങ്ങനെ നന്നവനാ പറ, എങ്ങനെ നന്നവനാ. ഒരിക്കലും നന്നാവത്തില്ല. അല്ല, ഇത് എഴുതി വെച്ച നന്നായി. ഇപ്പോഴത്തെ 2K പിള്ളേരൊക്കെ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി. മനസ്സിലായില്ലേ?